ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരാക്കുക. പാർട്ട് 2. പാർട്ട് 1 നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ് അനേകരെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാക്കുക എന്നുള്ളത്. കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞ് ഒരു പ്രത്യേക കമാൻഡ് ഗോയാൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അന്ന് ശിഷ്യന്മാർക്ക് തന്നെയല്ല, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവുള്ള എല്ലാവർക്കും ഇതൊരു കമാൻഡായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ, സീ, ഹിയർ ആൻഡ് നോ. കാണണം, കേൾക്കണം, അറിയണം. ഒരു വ്യക്തിയെ അറിയാതെ നമ്മൾ ചുമ്മാതെ വചനം ചെന്ന് പറഞ്ഞു കൊടുത്താലൊന്നും അവരുടെ തലയിൽ കയറൂല. നമ്മളിലുള്ള ദൈവത്വത്തെ അവർ കാണാൻ തക്കവണ്ണം ഇടയാക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗം എന്താണ് ശിഷ്യത്വത്തിന് വേണ്ടി ചില നിബന്ധനകൾ, അതായത് എങ്ങനെയാണ് ദൈവം തമ്പുരാൻ ശിഷ്യന്മാരാക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. 2-3 പോയിൻറ്റ്സ് അത് പറയാനൊക്കെ ഉത്തരം പറയാം. 1, ദ റിലേഷൻഷിപ്പ് ഈസ് പേഴ്സണൽ. വ്യക്തിപരമായിട്ട് ഒരാളെ അറിയണം ഞാൻ. അതിന് എക്സാമ്പിൾ സക്കായിയസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് അയാളെ ഇഷ്ടമല്ല. അയാളെ ഒരു ദുഷ്ടനായിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം റോമാ സാമ്രാജ്യത്തിന് വേണ്ടിയതായ ചുങ്കം പിരിക്കുമ്പം അവർ പറയുന്നതിൻ്റെ എത്രയോ ഉപരി ഭരിച്ചിട്ട് അയാളത് എടുക്കുകയാണ്. അപ്പോൾ അയാളൊരു റിച്ച് മാനാണ്, വളരെ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. അയാളെ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ യേശു ക്രിസ്തു അയാളെ കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ബിക്കം പേഴ്സണൽ വിത്ത് ഹിം. ജീസസ് ഗോസ് ടു സക്കയ്യസ് ഹൗസ്. സക്കയ്യയുടെ വീട്ടിൽ ചെല്ലുകയാണ് ജീസസ്. അത് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ഈ ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്ത് കഷ്ടം. അപ്പം ഈ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്തൂടെ യേശു പോകുകയാണ്. ബിക്കോസ് ഹി വോണ്ട്സ് ടു സീ ഹിം. ഇതറിഞ്ഞുകൊണ്ട് സക്കായി അന്വേഷിച്ചറിഞ്ഞിട്ട് യേശു വരുന്നെന്ന് അറിഞ്ഞിട്ട് സക്കായിക്ക് നീളമില്ല, തീരെ പൊക്കമില്ല. പൊക്കമില്ലാത്ത ആൾ ഓടിച്ചേടി ഒരു അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ ഇലയുടെ മറയിൽ ഒളിഞ്ഞിരുന്ന് വെളിയിൽ താഴോട്ട് നോക്കുകയാണ്. കാരണം ഞാൻ യേശുവിനെ നോക്കുന്നു, എനിക്ക് യേശുവിനെ കാണുന്നു, മറ്റുള്ളവർ കാണല്ലേ. കാരണം ഞാൻ പാപിയാണല്ലോ, ആർക്കും എന്നെ ഇഷ്ടമില്ല. ചിന്തിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ റോഡിൽ കൂടെ ഈ മനുഷ്യൻ ഈ അത്തിവൃക്ഷത്തിന്മേൽ കയറിയിരിക്കുമ്പം റോഡിൽ കൂടെ യേശു നടന്നു പോവുകയാണ്. ഈയുടെ സ്ഥലമായപ്പോൾ യേശു അവിടെ നിന്നു വിളിക്കുകയാണ്, സക്കായിയേ എന്നൊരു വിളിച്ചു. എന്ത് പറ്റി? സക്കായി ചാടി ഇറങ്ങുകയാണ്. പിന്നെ ജീവിതം മാറ്റിമറിക്കുകയാണ്. ഇന്ന് ഇവന് ദൈവത്തിൻ്റെ നാമത്തിൽ, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇവന് ദൈവത്വത്തിൻ്റെ രാജ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവനന്ന് രക്ഷ കൊടുത്തു. നമ്മൾ മരത്തിൻ്റെ മേളിൽ കയറി ഇരുന്ന് അവനവിടെ ഇരിക്കട്ടെന്ന് പറയും. ദാറ്റ്സ് എ ഡിഫറൻസ്. ദൈവം ഇതൊരു വ്യക്തിപരമായ കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതെൻ്റെ മിഷനാണ്. എനിക്ക് അങ്ങനെയുള്ള ചില ഫ്രണ്ട്സുണ്ട്, ആരെ കണ്ടാലും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്ന കേൾക്കാം. ഞാൻ പറയും എനിക്കത്ര ധൈര്യമൊന്നുമില്ലെന്ന് ഞാൻ പറയും. അവസരം കിട്ടിയാൽ ഞാൻ ചോദിക്കും, പക്ഷേ സാധാരണ ഞാൻ ചോദിക്കില്ല. പക്ഷെ ചിലർക്ക് ആ വരമുണ്ട്, അവരെന്നെ തീഷ്ണതാണ്. എങ്ങനെ പോയാലും ആ വ്യക്തി ദൈവത്തെ കാണണം, എന്നെ കാണുന്നില്ല, ദൈവത്തെ കാണണം. ദാറ്റ്സ് എ പേഴ്സണൽ. അപ്പം ഇറ്റ് സ്റ്റാർട്ട്സ്, ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് നെയിം. സക്കായ ഇറങ്ങി വാ, സക്കായ ഇറങ്ങി വാ. എന്നിട്ട് എന്താ പറഞ്ഞു? 2, ഐ മസ്റ്റ് സ്റ്റേ ഇൻ യുവർ ഹൗസ്. എനിക്ക് നിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. തന്നെത്താനെ അങ്ങ് ഇൻവൈറ്റ് ചെയ്യാൻ നിൻ്റെ വീട്ടിൽ വരികയാണ്. 3, ഞാൻ നിൻ്റെ കൂടെ നിൽക്കി, ഇന്ന് സമയമെടുത്ത് ഇന്ന് രാത്രി എങ്ങും പോകുന്നില്ല. അപ്പം ഇതൊന്നും സ്പീഡപ്പ് ചെയ്ത് ചെയ്യാനാവുന്നതല്ല, ഇതിന് ടൈം എടുക്കും. നമ്മൾ പിള്ളേരെ വയലിൻ പഠിപ്പിക്കുമ്പോൾ വയലിൻ പഠിക്കാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങളാരും പഠിക്കത്തില്ല. അതിന് ഇൻസ്ട്രക്ടർ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഇല്ല മൈക്രോവേവ് ചെയ്യുന്ന പോലെ വയലിൻ പഠിപ്പിക്കാൻ ഒക്കില്ല. ദാറ്റ് ടേക്സ് ടൈം. അതുപോലെ തന്നെയാണ് ഒരാളെ യേശുവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഒരാളെ ഡിസൈപ്പിൾ ആക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശിഷ്യനാക്കണമെങ്കിൽ, കർത്താവിൻ്റെ ഫോളോവർ ആക്കണമെങ്കിലും സമയമെടുക്കും. സോ what we really accept, Lord, we need a Goshen land. അപ്പോൾ നമ്മൾ പറയണം, ദൈവമേ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആളുകളിലേക്ക് അങ്ങനെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞു വിടണം. ചുമ്മാ പോയിട്ട് എന്നെ കാണാം. ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലത്ത് പോകണം നമ്മൾ. ദൈവമേ എവിടെയാണ് ഇന്ന് എൻ്റെ പ്രവൃത്തി, ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? അപ്പോൾ ദിനം പ്രതി അവൻ നമ്മളോട് ഉത്തരം ചെയ്യും. അപ്പോൾ സക്കായി ഹാസ് നൺ ടു ടോക്ക് ടു. അവന് മിണ്ടാൻ ആരുമില്ല, കാരണം അവനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ യേശു വന്ന് അങ്ങോട്ട് മിണ്ടുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ വരികയാണെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ കാണണം, കാണും.
അല്ലെ, അതായത് മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കുക. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 18-ാം അധ്യായത്തിൽ. അപ്പം ഈ മുൻ നിയമിച്ച് എനിക്കൊരു വിളി ഉണ്ടായാൽ വിളി കേൾക്കുന്നവരാണ് എന്ന് ദൈവത്തിന് അറിയാമേ എങ്കിൽ, നമുക്ക് ദൈവത്തിനറിയാം വിളി കേൾക്കുന്നവനാണോ അല്ലയോ എന്ന്. കാരണം 2 മക്കളുണ്ട്, യാക്കോബും ഏശാവും. അതിലൊരാളെ തിരഞ്ഞെടുത്തുള്ളൂ. 2 ഒരാളുടെ മക്കളാണ്. അപ്പോൾ ദൈവത്തിനറിയാം ആരാ തിരഞ്ഞെടുക്കുക. അപ്പോൾ ദൈവത്തിന് സർവജ്ഞാനിയും സർവ വിസ്ഡവും ഉള്ളവനാകിയാൽ ദൈവത്തിനറിയാം ആരാകുന്നു. അതുകൊണ്ട് മുൻ നിയമിച്ചെന്ന് പറയുമ്പം ഇവൻ്റെ ജീനിനകത്ത് എന്താ കിടക്കുന്ന, DNA-യിൽ എന്താ കിടക്കുന്ന, ഇവൻ എങ്ങനെ തീരുമാനിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അപ്പോൾ യേശു സക്കായിയെ ദൈവത്തിൻ്റെ മകനാക്കേണ്ടവനായതിനാൽ ഈ മധ്യവൃക്ഷത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവനെ പേഴ്സണലായിട്ട് വിളിച്ചു മാറ്റുകയാണ്. നമ്മളങ്ങനെ എപ്പോഴേലും ചെയ്തിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉണ്ടോ? ചെയ്യാറുണ്ടോ? എൻ്റെ സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? 2 ദിവസം അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഒക്കുമോ? ചെയ്യുമോ? നമുക്കൊന്നിനും നേരെയില്ലാണ്. നമ്മുടെ വീട്ടിലെ ഭാരം, കുഞ്ഞുങ്ങളുടെ ഭാരം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുമ്പോൾ ആർക്കും ഈ കാലത്ത് നേരെയില്ല. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ അരി കുതിർത്ത് അത് ഇടിച്ച് അത് പൊടിയാക്കി നമുക്ക് വേണം ഉപയോഗിക്കാൻ. ഇന്ന് എല്ലാം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു സാധനം. എന്നാലും നമുക്ക് ആർക്കും നേരമില്ല, ഒന്നിനും നേരമില്ല. ഒന്നിന് മാത്രം നമുക്ക് നേരമുണ്ട്, ഈ ടെലിഫോൺ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ. ഇവിടെയൊന്നും ദൈവത്തിൻ്റെ പ്രവർത്തനം അല്ല നടക്കുന്നത്. 2, അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇതൊരു പേഴ്സണലായിട്ട് സമയമെടുത്ത് അവൻ്റെ അടുക്കൽ ചെന്ന് ചെയ്യേണ്ടതാണ്. പിന്നെ യു ഹാവ് ടു ബിൽഡ് എ ബ്രിഡ്ജ് ഓഫ് ട്രസ്റ്റ്. അതായത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഗോവേൺ ഇട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു പാലം ഇട്ട് കൊടുക്കണം. എ ബ്രിഡ്ജ് ഓഫ് ട്രസ്റ്റ്. ഹേറ്റഡ് ക്രംസ് ഫ്രം ബോട്ടിൽഡ് അപ്പ് തോട്ട്സ്. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവരങ്ങ് ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് ദേഷ്യമാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ഭയങ്ങളും ഉള്ളിലുള്ള ചിന്തകളും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. പലതും അവർക്ക് സാധിക്കാത്തതിനാൽ ഒന്നിന് പറഞ്ഞ് രണ്ടാമത്തേന് അവർക്ക് ദേഷ്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ ഈ ടാറ്റു ഇല്ലാത്തവരില്ലല്ലോ, എല്ലാവരുടെയും കയ്യെ ടാറ്റു ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെയാണ്. പുറത്ത് ചെന്നാൽ മുഴുവൻ ടാറ്റു ആണ്, ദേഹം മുഴുവൻ ടാറ്റു വെച്ചാണ് നടക്കുന്നത്. ടാറ്റു ഇല്ലാത്ത സ്ഥലമില്ല. അങ്ങനെ ഈ ടാറ്റു ഉള്ളവനെ കാണുമ്പോൾ നമുക്കൊരു വേറൊരു ചിന്തയാണ് കടന്നു വരുന്നത്. പക്ഷേ ടാറ്റു ഇട്ടവനോട് ചോദിക്കണം, നീ എന്തിനാണ് ഈ ടാറ്റു ഇട്ടതെന്ന് നമ്മൾ ചോദിക്കുമോ? ഒരുപക്ഷെ ആ ഒരു ചോദ്യമായിരിക്കും അവൻ നമ്മളോട് ഇടപെടാനും പറയാനും സംസാരിക്കാനും ഒരു മുഖാന്തരം. ഒരിക്കലും അത് തിന്മയായിട്ട് ആദ്യമേ അങ്ങ് ജഡ്ജ് ചെയ്യാതെ എന്തിനാണ് ആ കയ്യിൽ ടാറ്റു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. അതെങ്ങനെ കൺഫ്രണ്ട് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനീ ചിലർ ചെയ്തത് വായിച്ചിട്ടെന്ന് പറയുന്നേ ഉള്ളൂ. ഞാനും ടാറ്റു ചെയ്യുള്ളൂ ഒരിക്കലും ചെന്ന് ചോദിച്ചിട്ടില്ല എന്താ ഈ ടാറ്റു. അമേരിക്കയിൽ എല്ലാത്തിൻ്റെയും ദേഹത്ത് ടാറ്റു ആണ്, സ്ത്രീ പുരുഷന്മാർ. കൊച്ചു പിള്ളേരിലധികം ടാറ്റു ഞാൻ കണ്ടില്ല. പ്രായം ചെന്ന് എല്ലാവരിലും ടാറ്റു കണ്ടു. ഇവിടെ ഇനി എന്താ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മളതൊക്കെ വേണ്ടാത്തൊക്കെ കോപ്പി ചെയ്യാൻ മിടുക്കരാണ്. അപ്പോൾ ബിൽഡ് എ ബ്രിഡ്ജ് ഓഫ് ട്രസ്റ്റ്. യു കനോട്ട് ഗെറ്റ് ഇൻസൈഡ് അണ്ടിൽ യു സീ ഇൻസൈഡ്. ഒരു വ്യക്തിയെ അടുത്തറിയാൻ അവൻ്റെ അടുക്കൽ ചെല്ലണം. അവനോട് ഇരുന്ന് സംസാരിക്കാതെ ഒരു കാര്യത്തിൽ. സദൃശ്യവാക്യം 20:5 പേഴ്സൺസ് ഹാർട്ട് ഈസ് ഡീപ്പ്, വൺ ഹൂ ഈസ് ഇൻസൈഡ് ഡ്രോസ് ഫ്രം ഇറ്റ്. അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ളതാണ്. വിവേകമുള്ള പുരുഷൻ അത് കോരിയെടുക്കണം. ചിലരൊന്നും മിണ്ടൂല. അത് മിണ്ടാത്തവരോട്, ഈ മിണ്ടുന്നവർക്ക് ഇടപെടാൻ വലിയ പാട്. പക്ഷെ മിണ്ടാത്തൊരു കൂട്ടരുണ്ട്, സൈലൻറ്റ് പവർ എന്ന് പറയും. അവരുടെ അടുക്കൽ ചെന്നിരുന്ന് കുറേ നേരം മിണ്ടാതിരുന്നിരുന്നിരുന്ന് കുറേ നേരം ഇരുന്ന് കഴിയുമ്പം അവർ സംസാരിക്കാൻ തുടങ്ങും. ഇരുന്നിട്ടുണ്ടോ? അവൻ മിണ്ടത്തിൽ പിന്നെ ആരാ അവിടെ വീട്ടിൽ പോകുന്നതെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മളവിടെ പോയി ഇരുന്നിട്ടുണ്ടോ? ഒക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. സദൃശ്യവാക്യം 27:19 വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. അതായത് വെള്ളത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണും. എൻ്റെ മുഖം പോലെ എൻ്റെ വെള്ളത്തിൽ കാണത്തുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഹൃദയം പോലെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്. അപ്പം നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ മറ്റുള്ളവരെ നല്ലതായിട്ട് കാണും. എൻ്റെ ഹൃദയത്തിൽ യേശു ആണെങ്കിൽ യേശു കാണുന്ന പോലെ ഞാൻ മറ്റുള്ളവരെ കാണും.
ഇതൊക്കെ ഡിസൈപ്പിൾഷിപ്പിന് ആവശ്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ജീവവെള്ളം ഉള്ള പലരുമാണ് ദൈവത്തെ അറിയാതെ നടക്കുന്നത്. അത് പുറത്തോട്ട് വരാൻ വയ്യാതെ വണ്ണം കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് അവരുടെ വേദനയുടെ ആഴം അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് അവരോട് സംസാരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കലാണ് യേശു ക്രിസ്തു ഈ സക്കായിയുടെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് അവന് രക്ഷ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മുമ്പിൽ എക്സാമ്പിളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് യേശു ക്രിസ്തു 4-ാം അധ്യായത്തിൽ 14 പറയുന്നത് സമരിയക്കാരി സ്ത്രീയോട് വെള്ളം കൊടുക്കാൻ, വെള്ളം ചോദിക്കാനാണ് ചെല്ലുന്നത്. കർത്താവ് വെള്ളം കൊടുക്കാനാണ് പോകുന്നത്. പക്ഷേ യേശു അവളുടെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ദാറ്റ്സ് എ ബ്യൂട്ടി. ഞാൻ വെള്ളം കുടിക്കാനാണ് വന്നിരിക്കുന്നത്, എനിക്ക് നീ വെള്ളം തരുമോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ജീവൻ്റെ വെള്ളം കൊടുക്കുക. അതാണ് 4:14 പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാക്കണം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മക്കളാക്കുക, ദൈവത്തിൻ്റെ ശിഷ്യന്മാരാക്കുക. അതിനൊക്കെ നിബന്ധനകൾ ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. റിലേഷൻഷിപ്പിന് 5 കാര്യങ്ങൾ. 1 വ്യക്തിപരം, 2 ഇതൊരു പ്രൈവറ്റ് മാറ്ററാണ്, അത് വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ സഭകളിലല്ല, തന്നെത്താനിരിക്കുമ്പോൾ ചെന്ന് പറയേണ്ടതാണ്. ഇതിന് സമയമെടുക്കുന്ന കാര്യമാണ്. ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണം. ഒരു മനുഷ്യൻ്റെ അകം അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, നിൻ്റെ ശിഷ്യന്മാരാക്കാൻ നീ ഞങ്ങളോട് ഓർഡർ തന്ന് കമാൻഡ് ചെയ്ത് വിട്ടു. എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ചിലരോട് പറയാൻ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് ചാടിക്കും. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? പേടിയാകും അവരുടെ സ്ഥിതി. ചിലർ അങ്ങേയറ്റം എല്ലാം തികഞ്ഞവരായിട്ട് തോന്നി അങ്ങനെ പറയും. ഒന്നും കൊണ്ടും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ ഒക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരണം. യേശു ക്രിസ്തു സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നു. അയാൾ വിളിച്ചിട്ടൊന്നുമല്ല, ദൈവം അയാളെ കാണാനുള്ള ഇച്ഛയിട്ട് കൊടുത്തു. കർത്താവ് അയാളുടെ അടുക്കൽ ചെന്നു, അയാൾക്ക് രക്ഷ കൊടുക്കുക ചെയ്തത്. അതോടുകൂടി ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ നമ്മളറിയാത്തവർ, കാണാത്തതുകൊണ്ട്, ചിന്തിക്കാത്തതുകൊണ്ട് നശിച്ചു പോകുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതപാതയിൽ കടന്നു വരുന്നത് ആരോടാണ് നിന്നെക്കുറിച്ച് പറയേണ്ടിയെന്ന് പറഞ്ഞാൽ പറയാനുള്ള സന്മനസ്സ് വേണം. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഉള്ള കൃപയും കൊണ്ടിട്ടുണ്ട്. തലമുറകൾ നശിച്ചു പോകാതെ അടുത്ത തലമുറകളിലും ഈ ആത്മീയ വരമിട്ട് കൊടുത്ത് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് നിൻ്റെ ശിഷ്യന്മാരാക്കാനുള്ള വരമെടുത്ത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.